എൻ്റെ പേര് അഭിജിത്ത്. ഞാനൊരു IT എംപ്ലോയി ആണ്. ഒത്തിരി സ്ട്രെസ്സുള്ള ജീവിതമാണെങ്കിലും ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു വീടെടുത്ത് ഹാപ്പി ആയിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്താണ് അഭിജിത്ത് ഒരു വിഷമം? അതിപ്പോ സ്ഥിരമുള്ളതല്ലേ. എടാ ഇത് എന്നും ഉള്ളതുപോലൊന്നും അല്ല, സംഗതി ഇച്ചിരി സീരിയസാ. സീരിയസോ? എന്തു കാര്യം? എടാ അവളുടെ വീട്ടിൽ പൊക്കി. എന്താ പൊക്കി? ടിപ്പറിന്റെ ബാക്ക് പൊക്കി. എടാ മണ്ട, അവളുടെ വീട്ടിൽ അവന്റെ റിലേഷൻ പൊക്കി ആര്യോ പറഞ്ഞേ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എടാ അവളുടെ അച്ഛൻ പറഞ്ഞ് നാളെ വന്നിട്ട് എന്നെ കണ്ട് സംസാരിക്കാന്ന്. പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ ഈ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞു. എടാ അതിപ്പോ നല്ല കാര്യമല്ലേ? നല്ലതാ, പക്ഷെ നമ്മൾ പുള്ളി ഇമ്പ്രസ് ചെയ്യണ്ടേ. അത്രേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യത്തില്ലേ? അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടാ നാളെ ന്യൂ ഇയറാ. അതിനിപ്പോ എന്തുവാ? ന്യൂ ഇയർ ആയിട്ട് നല്ലവരും നടക്കട്ടെ. നല്ല കാര്യം നടക്കണമെങ്കിൽ നീയൊക്കെ സ്വഭാവത്തോടെ നിൽക്കണ്ടേ നാളെ? മനസ്സിലായില്ലേ? എന്ന് വെച്ചാ ഇന്ന് നീയൊന്നും വേറെ പരിപാടിക്കൊന്നും നിൽക്കരുത്. എന്ത് പരിപാടി? ന്യൂ ഇയറിന് എല്ലാ കുടിയന്മാരും സ്ഥിരം ചെയ്യുന്നത് പോലെ വെള്ളം അടിച്ച് നിർത്തുന്ന പരിപാടി. അത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ന്യൂ ഇയർ ആയിട്ടൊരു എൻജോയ്മെന്റ് ഇല്ല, പിന്നെ എങ്ങനെയാടാ? എടാ അതിന് വേറെ എന്തൊക്കെ വഴിയുണ്ട്? അത് പറ്റത്തില്ല. ന്യൂ ഇയർ രണ്ടെണ്ണം അടിക്കാതെ ഒരു സുഖം കിട്ടത്തില്ല. എടാ നീയൊക്കെ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ എത്ര നാളത്തെ പ്രണയമാണെന്ന് അറിയാമോ? എനിക്ക് ദിവ്യ മറക്കാൻ പറ്റത്തില്ല. എന്റെ ട്രൂ ലവ് ആടാ. അപ്പം പ്ലസ് ടു പഠിച്ച വിദ്യ നിന്റെ ട്രൂ ലെവല്ലായിരുന്നു. എടാ അത് പണ്ടത്തെ കാര്യമല്ലേ. എടാ എന്റെ ലൈഫ് വെച്ച് കളിക്കല്ലടാ. എടാ ഒരു കാര്യം ചെയ്യ്, അവളുടെ അച്ഛൻ വന്ന് എല്ലാം ഓക്കെ ആയാ ഞാൻ നിങ്ങൾക്ക് കുപ്പി എടുത്ത് തരും. ഈ പരിപാടി കഴിഞ്ഞിട്ട് അടിച്ചോ. അതിപ്പോ അത് മതിയടാ. ഇന്ന് നിങ്ങൾ ആരും കുടിക്കുന്നില്ല, നമ്മൾ മാന്യമായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നു. മതി മതി, അത് മതി. നമ്മൾ ആരും കുടിക്കുന്നില്ല. നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യണ്ടേടാ. നീ എന്തുദ്ദേശത്തോടെ അവൻ പറഞ്ഞല്ലേ സമ്മതിച്ചത്? നീ അവൻ കാണാൻ നമ്മൾ എങ്ങനെ അടിക്കും? അവ അറിയാതെ അടിച്ചാ പോരെ? അതിനുള്ള വഴിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ വഴി? നീ ഇത് കണ്ടോ? ഇത് കൊക്കക്കോളയല്ലേ? എടാ മണ്ട, ഇത് കൊക്കക്കോളയല്ല, ഇതാണ് തീത്തൈലം. എന്റെ കുഞ്ഞമ്മയുടെ മോൻ കാട്ടിപ്പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നയാ. ഒരെണ്ണം അടിച്ചാൽ മതി, പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. പറന്നങ്ങ് നടക്കാം. അവിടെ ഇതിന് വല്ല കുഴപ്പമല്ലോ കാണും? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചേ കുടിക്കാവൂ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ പറഞ്ഞ് അധികമായ അമൃതും ഗമയാന്നില്ലേ. ഇനി എന്തോടാ പ്രശ്നം? എടാ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിന് നീ ടെൻഷൻ അടിച്ചിട്ട് എന്തോടാ കാര്യം? എനിക്ക് അറിഞ്ഞൂടാ, അവളുടെ അച്ഛൻ ഇല്ലേ, അയാളെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ തന്ത കല്യാണം നടത്തി തരത്തുള്ളൂ. അതിനിപ്പോ എന്താടാ, നിന്റെ നല്ല സ്വഭാവമല്ലേ? അതൊക്കെയാന്ന്, എന്നാലും അയാളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുവാടാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. എന്ത്? നീ അങ്ങേരോടുള്ള ദേഷ്യമല്ല ഒരു പേപ്പറിനകത്ത് എഴുത്, എന്നിട്ട് അത് കത്തിച്ചാടാ. അപ്പോഴത്തേക്കും നിനക്കൊരു ആശ്വാസം കിട്ടും. അത് വേണോടാ? ചുമ്മാ എഴുതടാ, നിന്റെ ഫ്രസ്ട്രേഷൻ അങ്ങ് തീരട്ട്. എന്നാ ഞാൻ ഒരു പേപ്പർ മേലെടുത്ത് എഴുതാം. കോള. എന്തുവാണ് ഇതൊക്കെ? എടാ അത് അന്ന് പറഞ്ഞ തീത്തൈലം, അതാടാ അത്. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതോ അതവന്റെ വേറെ ഉണ്ട്, അതാ ഒപ്പിച്ചേരും. ഇതല്ല, നാളെ ഉള്ള അച്ഛനൊക്കെ കയറി വരത്തില്ലേ? അപ്പൊ ഇനി ഈ കോളേജിൽ കണ്ടാൽ പ്രശ്നമാകത്തില്ലടാ. അതെന്തേലും ചെയ്യാം. നീ ഇപ്പൊ ഇവനെ പിടിക്ക്, നമുക്ക് അകത്തോണ്ട് കിടത്താം. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ശരിയായിരിക്കും. പിടി. എടാ ഇപ്പൊ ഇതുവരെ എണിച്ചില്ലല്ലോടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാണ് പേടിക്കുന്നത്? ഇത്ര സമയമായില്ലേ, അവനെ വിളിച്ച് എണീപ്പിക്കാം. എണീറാ, എണീക്കടാ. പ്രണവ് സുരേഷ്, ജ്യോതിഷ് കുമാർ പി, ജോയിച്ച, ആകാശ് ദിനേശ്. നിനക്ക് എന്തു പറ്റിയടാ? എനിക്കെന്ത് പറ്റാൻ? നീയൊക്കെ എന്തുവാ രാവിലെ എന്റെ വീട്ടിൽ? നിന്റെ വീടോ? എടാ നമ്മൾ ഒരുമിച്ചല്ലേ താമസം? ഒരുമിച്ചോ? ഒന്ന് പോടാ.
നീയൊക്കെ നിന്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും. നിന്റെ ബോധം പോയാ? നിന്റെയൊക്കെ ബോധം പോയത്. രാവിലെ വീട്ടിൽ കയറി വന്ന് പിച്ചുമയും പറയുന്നു, മാറ് എനിക്ക് റെഡി ആയിട്ട് സ്കൂളിൽ പോകണം. സ്കൂളിലാ? ഏത് സ്കൂളിൽ? ആ നിന്റെയൊക്കെ ബോധം പോയത്. നമ്മൾ GHS അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ +2 പഠിക്കുമല്ലേ? +2? ആ +2. എന്തേ? എടാ ഇന്ന് ദിവ്യയുടെ അച്ഛൻ വരുന്നെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ദിവ്യ? ഏത് ദിവ്യ? എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തീത്തയിലും. എടാ തീത്തയിലും. ഇന്നലെ ആ തീത്തയിലും മൊത്തം ഒരു അവൻ മോന്തിയില്ലേ, ഇനി അതിന്റെ ആയിരിക്കും അവന്റെ ബോധം പോയത്. നിന്റെ കുഞ്ഞമ്മയുടെ മോനിലാണ് തന്നത്, അവനെ വിളിച്ചു നോക്കടാ. ആ പറയടാ. നീ എന്നടാ പറഞ്ഞ ഒരു കുഴപ്പം വരത്തില്ല, കിടില സാധനം വന്ന്. അതിനിപ്പോ എന്തോ പറ്റി? ഇവിടെ ഒരു അടിച്ച് മൊത്തം കിറങ്ങിയിരിപ്പുണ്ട്. മൊത്തം അടിച്ചോ? ആ മൊത്തം അടിച്ച്. ഇനിയിപ്പോ എന്തോ ചെയ്യൂടാ? എടാ അതെ, പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേ കണക്കായിരുന്നു. അവനാന്നേ ബാഗ് എടുത്ത് സ്കൂളിൽ പോകാൻ പോന്ന് 2000 ഇറങ്ങിയ നരസിംഹം കാണാൻ തിയേറ്ററിൽ പോയി. അത് പിന്നെ ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറൂടാ. മാറിയില്ലേ കൊല്ലും മതി നിന്നെ ഞാൻ. അതായിരിക്കും അവൻ +2 കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അധികം സമയമില്ല. അവൾ അച്ചപ്പം കയറി വരും. നമ്മൾ കാരണം അവൻ ഇങ്ങനെയൊക്കെ പറ്റിയേ. അതുകൊണ്ട് അവന്റെ ലൈഫ് പോവാതെ നമ്മൾ വേണം നോക്കാൻ. അതിപ്പോ അങ്ങനെ? അവളുടെ അച്ഛൻ വരുമ്പോൾ നമുക്കിത് എങ്ങനെയും മാനേജ് ചെയ്തിട്ട് അവരുടെ കല്യാണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പൊട്ടനെ വെച്ച് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 2 കൽപ്പിച്ചിറങ്ങാൻ പോവാ. നമ്മൾ ഇനി വേറെ വഴിയില്ല. അപ്പൊ ഓക്കെ. നിങ്ങൾ റെഡി ആവുന്നില്ലേ സ്കൂളിൽ പോയി? ഇവിടെ ആരും ഇല്ലേ? ആ ഉണ്ട്, കേറി വാ. ആളുണ്ടോ അമ്മ? വാ. ഗുഡ് മോർണിംഗ് സാർ. എന്തോ സാറെന്നൊക്കെ വിളിക്കുന്നു. ചില ബഹുമാനം കൊണ്ടായിരിക്കും. അയ്യോ മാത്സിന് നോട്ട്ബുക്ക് എടുത്തില്ല. ഒന്നും മിണ്ടാറാ. മോള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ടൊന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു. ആ വിദ്യ എന്നോട് പറഞ്ഞായിരുന്നു വീട്ടിൽ പറയുന്നു. വിദ്യ? വിദ്യല്ല മാമ, ദിവ്യ. ഓഹോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട് മോനെ. രക്ഷപ്പെട്ട്. മോനെ, പിന്നെ മോന്റെ ജാതകം ഒന്ന് കിട്ടിയിരുന്നെങ്കിലേ നമുക്കൊരു ജോത്സ്യനെ കൊണ്ട് നോക്കിക്കായിരുന്നു. ജാതകോ? ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരാ. മോനിതിൽ വിശ്വാസം ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ജാതകം എന്തോന്ന് അറിഞ്ഞൂടെ? നമ്മൾ ഈ കളവൊക്കെ വരച്ചിട്ട് അത് അക്ഷരമൊക്കെ എഴുതിയിട്ട് ഈ ചേർച്ചയൊക്കെ നോക്കത്തില്ലേ? ഓ അതോ? അത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതെനിക്ക് നോക്കാനൊക്കെ അറിയാം. കേമന പയ്യന് ജോത്സ്യമൊക്കെ വശമുണ്ട്. ആ വശമുണ്ട്. ഞാൻ വേണേ ഒരു ഡെമോ കാണിച്ചു തരാം. ദിവ്യ. അഭിത്ത്. സാർ ഇവ എന്റെ കോപ്പി അടിക്കുന്നു. സാർ കഴിഞ്ഞ്. കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കും. അമ്മാവ ഇതല്ല. നീ ഉണ്ടായിരിക്കടാ, ഇത് പുതിയ രീതിയിലുള്ള ഏതോ ജോത്സ്യമാണെന്ന് തോന്നുന്നു. അമ്മാവ ഇത് ഫ്ലെയിം. നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ? ജെൻസി എന്ന് പറഞ്ഞ് നടക്കുന്നു. കഷ്ടം. സാർ മേ ഐ ഗോ ടു ടോയ്ലറ്റ്? സാർ ഇറ്റ്സ് അർജന്റ്. ഓക്കെ, താങ്ക് യു സാർ. കണ്ടോടാ, ആ പയ്യൻ റെസ്പെക്റ്റ് ഉണ്ടോ? കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. നിനക്കൊക്കെ ഇങ്ങനെ പുല്ല് വിലയല്ലേ? ഇപ്പോഴേ അനുവാദം കഴിച്ചു തുടങ്ങി. ഭാവം. എന്തോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വല്ലതാണ് അനുവാദമൊക്കെ ചോദിച്ചിട്ട് പോയി. അത് ബ്രോ, അവൻ CBSE ആയിരുന്നേ. അതിൻ്റെതായ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ അവന് പണ്ട് പോലെ ഉണ്ട്. സാർ മേ ഐ കം ഇൻ? വാ കയറുവാ. അമ്മാരെ പെരുമാറ്റം കണ്ടിട്ടേ രാവിലെ തന്നെ അടിച്ച് കിണ്ടിയാണെന്ന് തോന്നുന്നു. ആ നിനക്കെന്നെ അറിയാം. നീ മിണ്ടാതിരി. മോന് വേറെ ദുശീലങ്ങളൊന്നും ഇല്ലെന്ന് മോള് പറഞ്ഞിട്ടുണ്ടേ. എന്നാലും നിങ്ങൾ ഈ കൂട്ടുകാരെ കൂടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പരിപാടിയെ കാണത്തില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നൊക്കെ പറ. നമ്മളൊന്നും അങ്ങനെ പ്രശ്നമൊന്നും വേണ്ട. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടുമ്പം പേനാപ്പൈറ്റ് കളിക്കും, ഓടിവൻ കളിക്കും, റോക്കറ്റ് ഉണ്ടാക്കി വാണം വിടും. അതെങ്കിലേ ഞങ്ങൾ CBSE ആയതുകൊണ്ടേ അങ്ങനെ ഔട്ട്ഡോർ ഗെയിംസിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞങ്ങൾ മൊത്തം ഇൻഡോറാ. ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഞങ്ങൾ കളിക്കുന്നത്. ഓഹോ. പിന്നെ മോള് പറഞ്ഞായിരുന്നു മോനത് പുതിയ പ്രോജക്റ്റിന്റെ വർക്കിലാണെന്നും മോൻ ബിസിയാന്നൊക്കെ. സാറേ ഇത് വലിയ പ്രൊജക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഈ കാറിൽ നിന്ന് മോട്ടർ എടുത്ത് അത് ഈ വയർ വെച്ച് ബാറ്ററി കണക്ട് ചെയ്ത് ഈ മോട്ടർ പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാ. ഞാൻ വേണേൽ കാണിച്ചു തരാം. കാറോ? ബാറ്ററിയോ? അത് ഈ ഇലക്ട്രിക്കൽ കാറിന്റെ ബാറ്ററി എടുത്ത് ചാർജ് ചെയ്ത് കറണ്ട് ഉണ്ടാക്കി അത് ചാർജ് ചെയ്യുന്നൊരു സംഭവം. അത് ഓ എനിക്കും തോന്നി. ഇപ്പൊ മൊത്തം ഇലക്ട്രിക് അല്ലേ? നീ ഇവിടെ അവിടുന്ന് ഓരോന്ന് പറഞ്ഞു. ഇപ്പൊ കാണിച്ചു തരാം സാറേ.
ഡാ മോനെ ഓ ഭാഗ്യം ചത്തിട്ടില്ല. അച്ഛാ അച്ഛൻ വന്നിട്ട് എന്താ പറയാ ആകാശേ? ബോധം വന്ന്. എന്താണ് മോനെ കെയർലെസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? എന്തായാലും എനിക്ക് നിന്നെ പിടിച്ച് മോൻ നമ്പർ ചെയ്താ, ബാക്കി കാര്യം ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാം. ആ പേപ്പർ ഉണ്ടോ? അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ. ഹാപ്പി ന്യൂ ഇയർ. എന്തോടെ ഇവിടെ നടന്നേ? എന്റെ തലയൊക്കെ വെട്ടി പൊളക്കുന്നു. അതൊന്നും ഇപ്പൊ നീ ആലോചിക്കണ്ട. എന്തുവരും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നല്ലേ. എടാ ഇന്നലെ ഞാൻ അവളുടെ അച്ഛനെ കുറിച്ച് എഴുതിയ പേപ്പർ എന്തി? അത് ശരിയാന്നല്ല, ആ പേപ്പർ ഇവിടെ ഇവിടെ കണ്ടില്ല വെച്ചത്. പേപ്പർ